Hello, welcome to Market Discussion of the Day. Today, May 18th, 2026, മൺഡേ ആണ്, പുതിയൊരു വീക്കാണ്. സോ ഇന്ന് നമ്മൾക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, നമ്മളുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്നാണ്. ഓക്കെ, രാത്രി ഇന്ത്യൻ ടൈമിംഗ് 8:30 മണിക്കാണ് ക്ലാസ് നടക്കുന്നത്. ഓൾറെഡി രജിസ്ട്രേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. സോ ഇപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. പല ആൾക്കാർക്കും എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നമ്മളുടെ ഗ്രൂപ്പിൽ ഇല്ലാത്ത ആൾക്കാർ, നമ്മളൊരു കമ്മ്യൂണിറ്റിയിലോട്ട് എല്ലാവരെയും ആഡ് ചെയ്തിട്ടുണ്ട്. ആഡ് ചെയ്യാത്ത ആൾക്കാർക്ക് ഡയറക്റ്റ്ലി എനിക്ക് മെസ്സേജ് അയക്കാം, ഞാൻ നിങ്ങളെ ആഡ് ചെയ്യാം. ചിലപ്പോൾ ആഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടാവും, ഓൾറെഡി നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടുണ്ടാവും, പക്ഷേ മെസ്സേജസ് താഴെ വന്നിട്ട് ഞാൻ വിട്ടു പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ അതുകൊണ്ടിട്ട് തന്നെ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ എനിക്ക് പേഴ്സണലി ഒന്നുകൂടെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ആ കമ്മ്യൂണിറ്റിയിലോട്ട് ആഡ് ചെയ്ത് പോവുകയും ചെയ്യാം. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുള്ളൊരു വീക്കെൻഡ് ആയിരുന്നുള്ളൊരു കാര്യം അറിയാം. നമുക്ക് എന്തായാലും ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസുകൾ എന്തൊക്കെയുണ്ട് എന്നുള്ളൊരു കാര്യം നോക്കി പോവാം. ഈ ആഴ്ച എന്തെന്നൊക്കെയുള്ള കാര്യങ്ങൾ നോക്കി പോവാം. ഓക്കെ, സോ ഇന്ന് പ്രത്യേകിച്ച് വലിയ ന്യൂസുകളൊന്നും തന്നെ നമ്മുടെ എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, നാളെ നമുക്ക് GBPയിൽ നിന്ന് ക്ലെമൻറ്റ് കൗണ്ട് ചേഞ്ചിൻ്റെ ന്യൂസ് വരുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസാണ് GBPയിൽ, പ്രത്യേകിച്ച് ക്ലെമൻറ്റ് കൗണ്ട് ചേഞ്ച്. ഓക്കെ, സോ അതേപോലെ തന്നെ നമുക്ക് ADP വീക്ക്ലി എംപ്ലോയ്മെൻറ്റ് ചേഞ്ചിൻ്റെ ന്യൂസ് ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, പക്ഷേ എന്നാലും ഗോൾഡിൻ്റെ കൗണ്ടറിന് അത് ചെറിയൊരു ചാഞ്ചാട്ടം ഒക്കെ ഉണ്ടാക്കാൻ പോസിബിലിറ്റി ഉള്ളൊരു ന്യൂസാണ്. മറ്റന്നാൾ നമുക്ക് GBPയിൽ നിന്ന് വീണ്ടും CPIയുടെ ന്യൂസ് വരുന്നുണ്ട്. ഓക്കെ, FOMC മിനിറ്റ്സിൻ്റെ ന്യൂസ് വരുന്നുണ്ട് വൈകുന്നേരം 11:30 മണിക്ക് രാത്രിയിൽ. അതിനുശേഷം അതിൻ്റെ പിറ്റേന്ന് നമുക്ക് ഫ്ലാഷ് മാനുഫാക്ചറിങ് PMI GBPയിൽ നിന്ന് വരുന്നുണ്ട്. പ്രത്യേകിച്ച് വേറെ ന്യൂസുകളൊന്നും തന്നെ ഇല്ല. ഓക്കെ, കൺസ്യൂമർ കോൺഫിഡൻസ് ഉണ്ട്, നാച്ചുറൽ ഗ്യാസ് സ്റ്റോറേജ്, അങ്ങനത്തുള്ള വളരെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കുറച്ച് ന്യൂസുകളാണ് വ്യാഴാഴ്ച ഉള്ളത്. ഓക്കെ, സോ ബേസിക്കലി നമുക്ക് വെള്ളിയാഴ്ച നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വെള്ളിയാഴ്ചയും ഭയങ്കരമായ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളൊന്നുമില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാവും. CB ലീഡിങ് ഇൻഡെക്സ്, FOMC മെമ്പറുടെ സ്പീച്ച്, അങ്ങനെയൊക്കെ ഉള്ളൂ. സോ ബേസിക്കലി ഈ ആഴ്ച നമുക്ക് അതായത് എക്കണോമിക് കലണ്ടർ പ്രകാരം നമുക്കൊരു ടെക്നിക്കൽ വീക്കായിട്ട് നമുക്ക് പരിഗണിക്കാം എന്നുള്ളതാണ് ഈ ഒരാഴ്ചയുടെ പ്രത്യേകത. ഓക്കെ, അതായത് US സെഷനൊക്കെ വെളിയിൽ നിന്ന് പൊളിറ്റിക്കലി ന്യൂസുകളൊന്നും വന്നില്ല എങ്കിൽ വളരെ ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിലൂടെ അങ്ങ് കടന്നു പോകാനായിട്ടുള്ള പോസിബിലിറ്റിയാണ് കൂടുതലുള്ളത്. ഓക്കെ, സോ കമ്മിങ് ടു പൊളിറ്റിക്കൽ സൈഡ്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സൈഡിൽ നിന്നുള്ള ന്യൂസുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, US-ഉം ഇറാനും തമ്മിലുള്ള വാറിന് യാതൊരു പഞ്ഞവും ഇല്ലാതെ നടക്കുന്നുണ്ട്. അത് കാരണം നമ്മളുടെ ഓയിലിൻ്റെ പ്രൈസൊക്കെ വീണ്ടും കൂടി 100-ൻ്റെ താഴെയൊക്കെ വന്നതായിരുന്നു. വീണ്ടും ഈ വീക്കെൻഡിൽ ഓൾമോസ്റ്റ് ഒരു $104-105 ആയിട്ടുണ്ടായിരുന്നു. സോ വീണ്ടും എന്താണ് ഒരു ഫിയറാണ് ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കുക. ഓക്കെ, സോ അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ US-ഉം ചൈനയും തമ്മിലുള്ളൊരു മീറ്റിംഗ് ഈ വീക്കെൻഡിലെ കഴിഞ്ഞ ആഴ്ച മുതലേ നമ്മുടെ US പ്രസിഡൻറ്റ് ചൈനയിലായിരുന്നു. ഓക്കെ, സോ അവർ തമ്മിൽ കുറച്ച് ഡീലുകൾ ഇൻ ദ സെൻസ്, അതിനകത്ത് ബേസിക്കലി താരിഫിനെ പ്രമാണിച്ച് ഒരു സംസാരം ഉണ്ടായിട്ടില്ല, അതേപോലെ തൈവാനെ സംബന്ധിച്ചിട്ടുള്ള ഒരു സംസാരവും ഇവർ തമ്മിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് എനിക്കെടുത്ത് പറയാനായിട്ടുള്ളത്. പക്ഷേ കുറച്ച് ഡീലിങ്സ് നടന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ചൈന എന്താ പറയുക, ഒരു ഫസ്റ്റ് ഡീൽ എന്താ വെച്ചാൽ ഫാമിംഗ് ഗുഡ്സിൻ്റെ ഡീലാണ്. സോ ഫാമിംഗ് ഗുഡ്സ് $17 ബില്യൺ ഗുഡ്സ്. ഓക്കെ, ഫാമിംഗ് ഗുഡ്സ് US അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് ചൈന വാങ്ങും എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ 2028 വരെ ഇത്രയും ഡോളേഴ്സിൻ്റെ ഫാമിംഗ് ഗുഡ്സ് വാങ്ങും എന്നുള്ളൊരു എഗ്രിമെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ 200 ബോയിങ് എയ്റോപ്ലെയിൻസ് ചൈന ഒഫീഷ്യലി എഗ്രി ചെയ്തു വാങ്ങാമെന്നുള്ളൊരു കാര്യം. ഓക്കെ, അതേപോലെ മിനറൽസ്. ഓക്കെ, ചൈന US-ന് ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ ചൈന ഹെൽപ്പ് ചെയ്യും എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അതേപോലെ ഒരു 2 പുതിയ ക്ലബ്ബ് എന്താ പറയുക, ടു മാനേജ് മണി, ആ ഒരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കാരണം അവർ തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ആ ഒരു US ചൈന ബോർഡ് ഓഫ് ട്രേഡ്സ് എന്ന് പറഞ്ഞിട്ടും US ചൈന ബോർഡ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടും 2 ബോർഡുകൾ കൊണ്ടുവന്നു. സോ എന്തെങ്കിലും ഡിസഗ്രിമെൻ്റ് ഉണ്ടായാൽ ആ ബോർഡുകൾ തമ്മിൽ ഉള്ള ചർച്ചയായിരിക്കും ഇനി മുതൽ നടക്കാൻ പോവുക എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, സോ അതേപോലെ രണ്ടുപേരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് തുറക്കണം എന്നുള്ളൊരു കാര്യം തന്നെയാണ് അവരുടെ രണ്ടുപേരെയും പറയുന്നത്. അതേപോലെ തന്നെ എന്താണ്, ട്രംപ് പോയപ്പോൾ മെയിനായിട്ടുള്ള
കുറച്ച് CEOസിനെയും കൂടെ ആണ് ചൈനയിലോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. സോ അവർ എന്താ പറയുക ഒരു ചൈന അഡ്വാൻസ്ഡ് AI ചിപ്സ് വാങ്ങണം, വാങ്ങും എന്നൊക്കെയുള്ള കാര്യങ്ങൾ. പക്ഷേ ചൈനയ്ക്ക് ഉറപ്പായിട്ടും ഈ പറയുന്ന ടെക് ഫീൽഡിൽ തന്നെ US-നെ അല്ലെങ്കിൽ ബീറ്റ് ചെയ്യണം എന്നൊക്കെയുള്ള രീതിയിലാണ് ചൈന പോകുന്നത്. സോ അതൊക്കെ വെച്ചിട്ടുള്ള കുറച്ച് ഡീലിങ്സ് ഒക്കെ ഓൾറെഡി നടന്നു പോയിട്ടുണ്ട്. പക്ഷേ രണ്ടുപേരും പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യം, താരിഫിൻ്റെ കാര്യത്തിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല, അതേപോലെ തൈവാൻ്റെ കാര്യത്തിനെക്കുറിച്ചും രണ്ടുപേരും സംസാരിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക. സോ ഇതൊരു നല്ലൊരു ന്യൂസാണ്. ആക്ച്വലി $ഡോളറിന് ഇത് ഭയങ്കര നല്ല രീതിയിലുള്ള ഒരു അവസ്ഥയിലോട്ടായിരിക്കും പോകുന്നത്. സോ $ഡോളറിന് നല്ല രീതിയിൽ പോകുമ്പോൾ ഫണ്ടമെൻ്റലി ഗോൾഡ് വീക്ക് ആവുകയും ചെയ്യും എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. സോ ഈ ഒരു ന്യൂസിലൂടെ ഫണ്ടമെൻ്റലി ഗോൾഡ് താഴോട്ടാണ് പോകുന്നത് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് എടുത്ത് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ. സോ അതേപോലെ തന്നെ എക്കണോമിക് കലണ്ടറിൽ കഴിഞ്ഞ ആഴ്ച വന്ന PPIയുടെ ന്യൂസ് ആണെങ്കിലും നമ്മുടെ റീറ്റെയിൽ സെയിൽസിൻ്റെ ന്യൂസ് ആണെങ്കിലും ഒക്കെ $ഡോളറിന് അനുകൂലമായിട്ടാണ് വന്നത്. സോ അതിൻ്റെയൊക്കെ അറ്റ് ദ എൻഡ് പോയിന്റ് ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. സോ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടേണ്ടി വരും എന്നുള്ളൊരു കാര്യമാണ് അവിടെ എല്ലാം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യം, അല്ലേ? സോ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയാൽ ഓട്ടോമാറ്റിക്കലി ഗോൾഡ് താഴോട്ട് പോവുകയും ചെയ്യും. സോ ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ ഗോൾഡ്, ഇറ്റ്സ് വെരി ബാഡ് ഫോർ ഗോൾഡ്. സോ ഇതെല്ലാം ഗോൾഡിന് ഫണ്ടമെൻ്റലി വീക്ക് ആക്കുന്ന ന്യൂസുകളാണ് നമുക്ക് വീക്കെൻഡ്സിൽ വന്നിട്ടുള്ളത്. ഓക്കെ. സോ നമ്മൾ ടെക്നിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും ഗോൾഡ് 4547, പക്ഷേ കഴിഞ്ഞ ആഴ്ച വെച്ച് നോക്കാൻ നേരത്ത് നല്ല രീതിയിലൊരു ഡൗൺഫോൾ ആയിരുന്നു ഈ ആഴ്ച ഉണ്ടായത്. എവിടെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളൊരു കാര്യം ഒന്നും ഇതേവരെ പറയാറായിട്ടില്ല. ഓക്കെ. കാരണം ഞാൻ ഇത്രയും വലിയ മൂവ്മെൻ്റ് ഉള്ള ദിവസങ്ങളിൽ മോസ്റ്റ്ലി ഞാൻ മൺഡേയ്സിൽ ഏഷ്യൻ സെഷനിൽ ട്രേഡ് ചെയ്യാറില്ല. ഓക്കെ. വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഇപ്പോൾ കറൻ്റ്ലി മാർക്കറ്റ് 4549 നിൽക്കുന്നു. സോ ഇവിടെ നിന്ന് എന്ത് എന്നുള്ളൊരു കാര്യത്തിനെക്കുറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, സോ ഇന്നത്തെ ഒരു റേഞ്ച് നമുക്ക് നോക്കാൻ പറ്റിക്കഴിഞ്ഞത് ഉള്ള റേഞ്ച് എനിക്ക് പ്രോപ്പറായിട്ടൊന്നും കണ്ടുപിടിക്കാനൊന്നും പറ്റിയിട്ടില്ല. ഞാൻ എക്സ്പെക്റ്റിംഗ് റേഞ്ച് എന്ന് പറഞ്ഞാൽ 4480 to 4580 വരെയൊക്കെയാണ് ഇന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. സോ ഡൗൺ ട്രെൻഡ് ആണ് മാർക്കറ്റ്. സോ അതുകൊണ്ടിട്ട് തന്നെ സെല്ലിൽ നിൽക്കുന്നതായിരിക്കും നമുക്ക് നല്ലൊരു കാര്യം. സോ ഫസ്റ്റ് നമുക്ക് ഇവിടുന്ന് റെസിസ്റ്റ് ചെയ്യാൻ പോകുന്ന 4550, ഈ ഒരു പ്രൈസിൻ്റെ അവിടെ നിന്ന് 4550 to 4560 അവിടെ നിന്നുള്ളൊരു സെല്ലാണ് എനിക്ക് റെക്കമെൻഡ് ചെയ്ത് പോകാനായിട്ടൊരു സെല്ല്. ഓക്കെ. സോ അത് 11:30 മണിക്കുള്ള ക്യാൻഡിലിന് 4560 മുകളിലാണ് എങ്കിൽ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഓക്കെ. സോ 4560 താഴെയായിട്ടാണ് 11:30 മണിക്കും ക്ലോസ് ചെയ്യുന്നതെങ്കിൽ ഇവിടുന്ന് മാർക്കറ്റ് താഴോട്ട് പോകാനായിട്ടുള്ളൊരു പോസിബിലിറ്റിയാണ് കൂടുതലുള്ളത്. സോ അവിടെ അങ്ങനെ നിങ്ങളൊരു ഓപ്പർച്യൂണിറ്റി എടുത്തു കഴിഞ്ഞാൽ 4582 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ്, ടേക്ക് പ്രോഫിറ്റ് നിങ്ങളുടെ ഔചിത്യമാണ്. ഓക്കെ. ചെറിയ സ്റ്റോപ്പ് ലോസ് ഒന്നും വെക്കാതിരിക്കുക. 4500 ലെവലിലോട്ടൊക്കെ സ്റ്റോപ്പ് ലോസ് വെച്ചാൽ നല്ലൊരു സ്റ്റോപ്പ് ലോസ് ആയിരിക്കും എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ. സോ ബൈ എൻട്രിയിലോട്ട് വരാനായിട്ടാണെങ്കിൽ 2 ബൈ എൻട്രിയാണുള്ളത്. 4510 അവിടെയും 4480 അവിടെയും കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ബൈ ചെയ്യാം. എന്താണെങ്കിലും 4475 താഴെ സ്റ്റോപ്പ് ലോസ് വെച്ച് മാത്രമേ ബൈ ചെയ്യാൻ പാടുള്ളൂ. ബൈ ചെയ്യുന്നുണ്ടെങ്കിൽ ചെറിയ ലോട്ട് സൈസ് മാത്രമേ ബൈ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ. വലിയ ലോട്ട് സൈസ് എടുക്കാതിരിക്കുക. നിങ്ങൾ നോർമലി ഒരു ലോട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ 0.5 ലോട്ടിലോട്ട് കുറയ്ക്കുക എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ. തൊണ്ടയ്ക്ക് ഭയങ്കര സ്ട്രെയിൻ ആയതുപോലെ തോന്നിയതാ, വെള്ളം കുടിച്ചു. ഓക്കെ, ശരി. സോ നമുക്ക് നേരെ നമ്മളുടെ GBP USD വരാം. 1.33205 നിൽക്കുന്നു. ഓക്കെ. GBPയെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ അൺസർട്ടൺ സിറ്റുവേഷനിലാണ് നമ്മളുടെ UK നടക്കുന്ന കാര്യം. പൊളിറ്റിക്കലായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ UK നടക്കുന്നുണ്ട്. ഓക്കെ. സോ അതേപോലെ തന്നെ US വരുന്ന ന്യൂസുകൾ ഭയങ്കര $ഡോളറിനെ നല്ല രീതിയിൽ പവർഫുൾ ആക്കുന്നുമുണ്ട്. സോ അതൊക്കെ കൊണ്ടിട്ട് നല്ല രീതിയിലുള്ളൊരു വീഴ്ച 1.3600 നിന്ന് 1.3300 ഓൾമോസ്റ്റ് 300 പിപ്പിൻ്റെ ഒരു താഴ്ച നമ്മൾ USD JPY കണ്ടു, അല്ലേ? സോ വീണ്ടും എനിക്ക് ഇവിടുന്ന് റിവേഴ്സ് ചെയ്ത്
പോകാം എന്നൊക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഫണ്ടമെൻ്റലി അത് വീക്ക് ആയതുകൊണ്ടിട്ട് തന്നെ ബൈ എൻട്രി ചെയ്യാതിരിക്കുക. ഇന്നത്തെ ദിവസം നമുക്ക് 1.3300 അവിടെ സപ്പോർട്ട് ചെയ്തെന്ന് വരുത്തിയിട്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുന്ന് ഒരു ബൈ ചെയ്യാം. ഓക്കെ, അല്ലാത്ത പക്ഷം 1.3350 അവിടെ നിന്ന് അല്ലെങ്കിൽ 1.3380 അവിടെ നിന്നൊക്കെ സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല. ഓക്കെ, 1.3380 അവിടെ നിന്ന് സെല്ല് ചെയ്യുന്ന ആൾക്കാർ 1.3440 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം. അത് നിർബന്ധമായിട്ടും വെച്ച് പോവുകയും ചെയ്യണം. ഓക്കെ, സോ 1.3340 ടു 1.3380 അവിടെ നിന്നാണ് നമ്മൾ സെല്ല് ചെയ്യേണ്ടത്. ഓക്കെ, സോ ബൈ ചെയ്യാനായിട്ട് എനിക്ക് പ്രത്യേകിച്ച് റെക്കമെൻഡേഷൻസ് ഇല്ല. നിങ്ങളുടെ ഔചിത്യമാണ് ബൈ ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു കാര്യം. ഓക്കെ, എന്തായാലും ഈ ഒരു സ്പോട്ടിൽ നമ്മൾ ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഓക്കെ, സോ നേരെ നമ്മൾ യൂറോ USD പോകാം. 1.1620 നിൽക്കുന്നു. സോ ബേസിക്കലി യൂറോയുടെ കാര്യവും പറയുകയാണെങ്കിൽ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് നല്ല രീതിയിലുള്ളൊരു താഴ്ചയാണ് കണ്ടത്. മേജർ സപ്പോർട്ടുകളെല്ലാം ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോരുന്നു. ഓക്കെ, ബേസിക്കലി റേഞ്ച് നമ്മൾ 1.1600 1.1550 ഒക്കെയാണ് നമ്മളുടെ ഇവിടുത്തെ ഒരു എന്താ പറയുക, ഒരു സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ബേസിക്കലി നമുക്ക് വെയിറ്റ് ചെയ്യാം. 1.1600 അവിടെ നിന്ന് നമുക്ക് ബൈ ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അവിടെ നിന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ 1.1550 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം. അത് നിർബന്ധമായിട്ടും പാലിച്ച് പോവുകയും ചെയ്യണം. ഓക്കെ, നേരെ നമ്മളുടെ USD JPY ആയിട്ട് വരാം. 158.949 നിൽക്കുന്നു. USD JPY എന്താ പറയുക, ഒരു 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 നല്ല രീതിയിലുള്ളൊരു അപ് ട്രെൻഡാണ് കാണിക്കുന്നത്. സോ ബൈ എൻട്രി എന്ന് പറയുന്നത് ഒരു 158.50 അവിടെ വേണമെങ്കിലും അല്ലെങ്കിൽ 155 റേഞ്ചിൽ നമുക്ക് ബൈ ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, സോ അവിടെ നിന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ 157.40 താഴെയിട്ട് സ്റ്റോപ്പ് ലോസ് നിർബന്ധമായിട്ടും പാലിച്ച് പോവുകയും ചെയ്യണം. ഓക്കെ, സോ ഇതാണ് എനിക്ക് USD JPY പറഞ്ഞു പോകാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതൊക്കെയാണ് ആക്ച്വലി നമുക്ക് പറയാനായിട്ടുള്ള കാര്യങ്ങൾ. ഉറപ്പായിട്ടും നമ്മളുടെ പല ആൾക്കാരും നമ്മളുടെ സിഗ്നൽ ഗ്രൂപ്പിലുണ്ടെന്നറിയാം. സിഗ്നൽ ഗ്രൂപ്പിൽ ഇല്ലാത്ത ആൾക്കാർക്ക് ഡയറക്റ്റ്ലി മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ സിഗ്നൽ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം. ഓക്കെ, അതേപോലെ തന്നെ എന്താ പറയുക, നിങ്ങൾ ബ്രോക്കേഴ്സ് നോക്കുന്നുണ്ടെങ്കിൽ എനിക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യുന്ന ബ്രോക്കർ ഏതാണെന്നും നമുക്ക് എങ്ങനെ ഒരു നല്ലൊരു ബ്രോക്കറിനെ കണ്ടുപിടിക്കാമെന്നും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ബ്രോക്കർ ഏതാണെന്നും ഒക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.